بسم الله الرحمن الرحيم. وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. وإذا تتلى عليهم آياتنا بينات قال الذين كفروا للحق لما جاءهم هذا سحر مبين أم يقولون افتراه قل إن افتريته فلا تملكون لي من الله شيئا هو أعلم بما تفيضون فيه كفى به شهيدا بيني وبينكم وهو الغفور الرحيم قل ما كنت بدعا من الرسل وما أدري ما يفعل بي ولا بكم إن أتبع إلا ما يوحى إلي وما أنا إلا نذير مبين قل أرأيتم إن كان من عند الله وكفرتم به وشهد شاهد من بني إسرائيل على مثله فآمن واستكبرتم إن الله لا يهدي القوم الظالمين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1770 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 46-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്കാഫിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള രണ്ടാം ദിവസ ചർച്ചയാണ് ഇന്ന്. ചർച്ചക്കാരൻ പങ്കുവയ്ക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. وإذا تتلى عليهم آياتنا بينات قال الذين كفروا للحق لما جاءهم هذا سحر مبين أم يقولون افتراه قل إن افتريته فلا تملكون لي من الله شيئا هو أعلم بما تفيضون فيه كفى به شهيدا بيني وبينكم وهو الغفور الرحيم قل ما كنت بدعا من الرسل وما أدري ما يفعل بي ولا بكم إن أتبع إلا ما يوحى إلي وما أنا إلا نذير مبين قل أرأيتم إن كان من عند الله وكفرتم به وشهد شاهد من بني إسرائيل على مثله فآمن واستكبرتم إن الله لا يهدي القوم الظالمين صدق الله العلي العظيم. സൂറത്തുൽ അഹ്ഖാഫിലെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 35 ആയത്തുകൾ അടങ്ങിയ ഈ സൂറത്തുൽ അഹ്ഖാഫിന്റെ പഠനം നമ്മൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കുകയും അതിനെ തുടർന്ന് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രതികരണം നൽകിക്കൊണ്ട് ഒരു ദിവസം കൂടി നമ്മൾ ചെലവഴിക്കുകയുമുണ്ടായി. ചോദ്യങ്ങൾക്കും പ്രതികരണങ്ങൾക്കുമായുള്ള രണ്ടാമത്തെ ദിവസമാണിന്ന്. ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം
അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ കണ്ണടച്ച് അംഗീകരിക്കാത്തവരെ അക്രമികൾ എന്ന് പറഞ്ഞ് ആക്രമിക്കുക ഒരു ദൈവിക കാര്യമാകുമോ? ഇത് താമസികതയാണ്, രാക്ഷസീയതയാണ് എന്നതല്ലേ ശരി എന്നാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ വിധത്തില് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അത് താമസികതയും രാക്ഷസീയതയും ഒക്കെ തന്നെയാണ്. പക്ഷെ അത് അങ്ങനെയാണ് എന്നത് നിങ്ങളുടെ ഒരു ബേസ്ലെസ് ആയ അനുമാനം മാത്രമാണ് എന്നതാണ് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയാനുള്ളത്. അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അള്ളാഹുവിൽ നിന്നുള്ള വെളിപ്പാടുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും യുക്തിഭദ്രമായ, പകരമായി ബദലായി മെച്ചപ്പെട്ടതായി മറ്റൊന്നും സമർപ്പിക്കാനില്ലാത്ത ഏറ്റവും അന്യൂനമായ ജീവിത ദർശനമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള സകല പ്രവാചകന്മാരും മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ വെച്ചിട്ടുള്ളത്. മനുഷ്യന്റെ സ്വാഭാവിക യുക്തിയില്, സ്വാഭാവികമായ വിലയിരുത്തലില് അത് ബോധ്യപ്പെടുകയും ചെയ്യും. ബോധ്യപ്പെടാതെ ഇരിക്കുന്നത് പല താല്പര്യങ്ങളും കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. വല്ല ജഡികമോ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടതോ ഒക്കെ ആയിട്ടുള്ള പല താല്പര്യങ്ങള് അമിതമായി സ്വാധീനിച്ചിട്ടുള്ള തരം ആളുകൾക്കാണ് ദൈവിക വചനങ്ങളിൽ അടങ്ങിയിട്ടുള്ള യുക്തി, അതിന്റെ ബുദ്ധിപരത, അതിന്റെ ദൈക്ഷണികത ഒന്നും ബോധ്യപ്പെടാതിരിക്കുക. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അജണ്ടകളുമായിട്ട് നീങ്ങുന്നതല്ലാത്ത തരം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സത്യം സത്യമായിട്ട് ബോധ്യപ്പെട്ടാൽ അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ സങ്കല്പിക്കുന്ന പോലെ അടിസ്ഥാനരഹിതമായ സംഗതിയല്ല. അങ്ങനെ അത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു അവരെ അക്രമികളെന്ന് വിളിക്കാനും യാതൊരു ഗ്രൗണ്ടുമില്ല. കാരണം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടല്ലാതെ ഒരാൾക്ക് ദൈവിക ദൃഷ്ടാന്തങ്ങളെ കളവാക്കാൻ, അവയെ നിഷേധിക്കാൻ സാധിക്കില്ല. മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഒരാള് ദൈവിക ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുമ്പോൾ അയാൾ ഒന്നാമത് തന്നെ അയാളോട് തന്നെയാണ് അക്രമം ചെയ്യുന്നത്. അയാളോട് അക്രമം ചെയ്യുന്ന പോലെ അയാള് സൃഷ്ടാവായ റബ്ബിനോടും അതുപോലെ സഹജീവികളും അതുപോലെ കൂടപ്പിറപ്പുകളൊക്കെയായ ബാക്കി മനുഷ്യരോടും അക്രമം ചെയ്യുകയാണ്. ഒരാൾ സത്യമാർഗം ഉൾക്കൊള്ളാൻ അവസരം ഉണ്ടായാൽ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അയാള് സത്യമാർഗത്തിലേക്ക് വരികയാണെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ കുടുംബം, മക്കള്, ഭാര്യ, അതുപോലെ അടുത്ത സൗഹൃദങ്ങൾ, ഇവരൊക്കെ തന്നെയും ആ സത്യം മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അവർക്ക് അവസരം തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരാള് സത്യത്തെ ബോധ്യപ്പെട്ടിട്ടും ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ, അത് സ്വീകരിക്കാനോ പിൻപറ്റാനോ സന്നദ്ധരാവാതെ നിഷേധിച്ചുകൊണ്ട് നിലകൊള്ളുകയാണെങ്കിൽ അത് കാരണമായി ഒരുപാട് പേർക്ക് സത്യം ഉൾക്കൊള്ളാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ അയാളോട് തന്നെയാണ് അക്രമം ചെയ്യുന്നത്. അയാളുടെ സൃഷ്ടാവായ റബ്ബിനോട് അക്രമം ചെയ്യുന്നു. അതുപോലെ അയാളുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് മനുഷ്യരോടും ആ നിലപാട് കാരണമായിട്ട് അക്രമം ചെയ്യുന്ന ആളായിട്ട് മാറുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരാള് ദൈവികമായ നടപടി ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും ഒക്കെ അർഹിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. കാരണം അയാളുടെ നിലപാട് തന്നെ ഏറ്റവും അക്രമപരമായതാണ്. പക്ഷെ അള്ളാഹു ഒരു മനുഷ്യന് നിശ്ചയിച്ചിട്ടുള്ള ആ കാലം കഴിയുന്നത് വരെ അയാൾക്കെതിരിൽ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. അവസരം പൂർണ്ണമായി പാഴാക്കിയതിനെ തുടർന്ന് മരണാനന്തരം പാരത്രിക ലോകത്താണ് അയാൾക്ക് അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അങ്ങനെ ചെയ്യുന്നത് ദൈവിക സംവിധാനങ്ങളുടെ തന്നെ ഭാഗമായിട്ടുള്ളതാണ്. അത് ദൈവിക നീതിബോധത്തിന്റെ
അല്ലെങ്കിൽ നീതിയിൽ അധിഷ്ഠിതമായ ദൈവിക നിലപാടിന്റെ ഭാഗമായിട്ടാണ് അതുണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അക്രമമായിട്ട് എല്ലാവർക്കും അനുഭവപ്പെടുക. കുറ്റവാളികളായവർക്കും നിഷേധികളായവർക്കും മാത്രമേ ദൈവിക നടപടികൾ ഇങ്ങനെ ആവുന്നത് താമസികമായിട്ടും രാക്ഷസീയമായിട്ടും ഒക്കെ അനുഭവപ്പെടുക. താമസികം എന്ന് പറഞ്ഞാൽ തമസ് അല്ലെങ്കിൽ ഇരുട്ട് നിറഞ്ഞ ഒരു നിലപാട്, അതുപോലെ രാക്ഷസീയമായ നിലപാട്, ഇതൊക്കെ ആയിട്ട് അനുഭവപ്പെടുന്നത് ഈ കാര്യത്തില് കുറ്റകരമായ മനസാക്ഷിക്ക് കൊള്ളുന്ന വിധത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർക്കൊന്നും അത് കുറ്റം ആയിട്ട്, തെറ്റായിട്ട്, താമസികമായിട്ട്, രാക്ഷസീയമായിട്ട് ഒന്നും അനുഭവപ്പെടുകയില്ല. യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കാൻ, സത്യസന്ധതയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്താൻ സന്നദ്ധരാകുന്ന ഒരാൾക്കും തന്നെ അത് അങ്ങനെ അനുഭവപ്പെടുകയില്ല എന്നതാണ് വസ്തുത. അടുത്ത ചോദ്യം, വിശ്വാസ സംബന്ധമായ അവകാശവാദങ്ങളെ നിഷേധിക്കുന്നത് അക്രമമായി അവതരിപ്പിച്ചു സാധാരണ ജനത്തെയും യുക്തിപരമായി ചിന്തിക്കുന്ന ജനതയെയും ആക്രമിക്കുക എങ്ങനെ ശരിയാകും എന്നാണ്. ഈ ചോദ്യം നേരത്തെ വായിച്ച ചോദ്യവുമായി ബന്ധമുള്ളതാണ്, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണിത്. അപ്പോ അക്രമപരമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്ന വിശ്വാസ സംബന്ധമായ അവകാശവാദങ്ങളെ നിഷേധിക്കുന്ന, ഇത് കേവല അവകാശവാദങ്ങളല്ല. പ്രവാചകൻ മനുഷ്യ സമൂഹത്തെ കേൾപ്പിക്കുന്ന ഈ കാര്യങ്ങളൊന്നും തന്നെ കേവല അവകാശവാദങ്ങളല്ല. അത് മനുഷ്യന്റെ യുക്തിക്കും ബുദ്ധിക്കും ബോധ്യപ്പെടുന്ന ഏറ്റവും അന്യൂനമായ ജീവിത ദർശനം തന്നെയാണ്. അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് ഏതായാലും ആർക്കും കാണാൻ കഴിയില്ല. മനുഷ്യന്റെ സകല സാധ്യതകളെയും അറിയുന്ന, മനുഷ്യന്റെ കഴിവുകളെ അറിയുന്ന, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്തെന്ന് കൃത്യമായിട്ട് ധാരണയുള്ള പടച്ച തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന ഒരാളെ അയാൾ സ്വീകരിക്കുന്ന നിലപാട് അക്രമപരമായിട്ടുള്ളതാണ് എന്നത് ഏറ്റവും നന്നായി ബോധ്യമുള്ളത് അവന്റെ സൃഷ്ടാവായ റബ്ബിന് തന്നെയായിരിക്കും. അപ്പൊ സാധാരണ ജനങ്ങളെ അകാരണമായിട്ട് അല്ലാഹു പിടികൂടുകയല്ല. അതുപോലെ യുക്തിപരമായി ചിന്തിക്കുന്ന ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, യുക്തിപരമായി ചിന്തിക്കുന്ന ആളുകൾ സത്യത്തിലേക്ക് എത്തും. സത്യത്തിലേക്ക് ആരെങ്കിലും എത്താതിരിക്കുന്നുണ്ടെങ്കിൽ അവര് താല്പര്യങ്ങളുടെ അടിമകളായി മാറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുറ്റവാളികളായിട്ട് ജീവിക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവര് സത്യത്തിലേക്ക് എത്താൻ കഴിയാതെ അങ്ങനെ അലയുന്നൊരവസ്ഥ നിലനിൽക്കുന്നത്. അപ്പോ മറിച്ച് ഒരു സാധ്യത തന്നെ ഇല്ല. കാരണം ഇത് പ്രപഞ്ച സൃഷ്ടാവിന്റെ, മനുഷ്യരുടെ സൃഷ്ടാവിന്റെ നയങ്ങളും നിലപാടുകളുമാണ്. അത് ഏറ്റവും നീതിപൂർവകമായതുമാണ്. ഒരാളോടും പടച്ച തമ്പുരാൻ അക്രമം ചെയ്യുകയില്ല എന്നതാണ് അവന്റെ പ്രഖ്യാപനം. അപ്പോ യുക്തിപരമായി ചിന്തിക്കുന്ന ജനതയെ ആക്രമിക്കുക എന്നൊന്നും പറയുന്നത് ഇന്ന് നിങ്ങൾ പറയുന്ന പോലെ അള്ളാഹുവിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സന്ദർഭത്തില് നിങ്ങൾക്ക് പോലും പറയാൻ കഴിയുകയില്ല. കാരണം നിങ്ങളുടെ നാവ്, നിങ്ങളുടെ ശരീരത്തിന്റെ ചർമ്മം, നിങ്ങളുടെ കൈകാലുകള് ഒക്കെ തന്നെ പടച്ച തമ്പുരാന് വിധേയപ്പെട്ടുകൊണ്ട് മാത്രമേ അന്ന് സംസാരിക്കുകയുള്ളൂ. നിങ്ങളിപ്പോ ഉന്നയിക്കുന്ന ഈ ന്യായവാദങ്ങള് ഉന്നയിക്കാൻ നിങ്ങൾക്ക് അള്ളാഹുവെ അഭിമുഖീകരിക്കുന്ന നാളിൽ ഒരിക്കലും സാധിക്കുകയില്ല എന്നതാണ് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് ഇത് അന്യായമാണെങ്കിൽ, അക്രമമാണെങ്കിൽ അക്കാര്യം ദൈവത്തിന്റെ മുന്നിൽ പറയാൻ നിങ്ങൾക്ക് സാധിക്കണമല്ലോ. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അതിന് അവസരം ഉണ്ടാവില്ല, സാധിക്കുകയില്ല. നിങ്ങളുടെ നാവ് നിങ്ങൾക്കെതിരില് സാക്ഷ്യം വഹിക്കും. നിങ്ങളുടെ ചർമ്മവും കൈകാലുകള് ഒക്കെയും നിങ്ങൾക്കെതിരിലാണ് സാക്ഷ്യം വഹിക്കുക. അതുകൊണ്ട് അതിന്റെയൊക്കെ ഫലമായിട്ടും തുടർച്ചയായിട്ടും മാത്രമേ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയുള്ളൂ എന്നതാണ് വസ്തുത. അതുകൊണ്ട് നിങ്ങളുടെ മനസാക്ഷി പോലും
നിങ്ങൾക്ക് എതിരിൽ സാക്ഷ്യം പറയുന്ന ഒരു നാളിൽ പിന്നെ ഇത് അയുക്തികമാണ്, താമസികമാണ്, ഇത് എങ്ങനെ ശരിയാകും എന്നൊന്നും ചോദിക്കാൻ ആരാണ് ഉണ്ടാവുക? അന്ന് നിങ്ങൾ പോലും ഈ കാര്യങ്ങൾ പറയാൻ സന്നദ്ധനായിട്ട് ഉണ്ടാവുകയില്ല. നിങ്ങളുടെ നാവ് ഉണ്ടാവില്ല, നിങ്ങളുടെ ശരീരാവയവങ്ങൾ ഉണ്ടാവില്ല. അവയൊക്കെയും തന്നെ നിങ്ങൾക്ക് എതിരിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. ഇതാണ് ഖുർആൻ പറയുന്ന കാര്യം. അപ്പൊ പിന്നെ ഈ വാദം അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാവരും അള്ളാഹുവിനെ അഭിമുഖീകരിക്കേണ്ട വേണ്ടി വരുന്ന നാളിൽ ആരും ഉന്നയിക്കും? അത് ഉന്നയിക്കാൻ ഇപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും സാധ്യമല്ല. അടുത്ത ചോദ്യം, ജനങ്ങളെ ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും അള്ളാഹു എന്ന ദൈവത്തെ അംഗീകരിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവികമാണോ എന്നതാണ്. ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും അള്ളാഹു എന്ന ദൈവത്തെ അംഗീകരിപ്പിക്കുന്നത് ദൈവികമാണോ എന്നതാണ് ചോദ്യം. അങ്ങനെ ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും അള്ളാഹു എന്ന ദൈവത്തെ അംഗീകരിപ്പിക്കുകയല്ല, അള്ളാഹു എന്ന ദൈവത്തെ മനസ്സിലാക്കാൻ അവസരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു എന്നത് യഥാർത്ഥ ദൈവമാണ്, അവൻ മാത്രമേ ദൈവമായുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വ്യാജങ്ങളാണ്. ഈ കാര്യമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യം. ഇത് മനസ്സിലാക്കാൻ അള്ളാഹു അവസരം ഒരുക്കുന്നതിന്റെ ഭാഗമായി ചില യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തുന്നുണ്ട്, വേറെ ചില യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രേരിപ്പിക്കുന്നുമുണ്ട്. പക്ഷെ അതൊന്നും അന്യായമായതോ തെറ്റായതോ ആയ കാര്യങ്ങളിലേക്കുള്ള പ്രേരണയോ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭയപ്പെടുത്തലോ അല്ല എന്നതാണ് വസ്തുത. ഇത് ദൈവികമാണോ എന്ന് ചോദിച്ചാൽ ഇതേ ദൈവികമാകൂ. ഇതല്ലാത്ത മറ്റേതെങ്കിലും നിങ്ങൾ ദൈവികമായിട്ട് കൊണ്ടുവരൂ, നമുക്കത് പരിശോധിക്കാം. ഇതല്ലാത്ത വേറൊരു ജീവിത ദർശനം നിങ്ങൾക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ദൈവികത ഉള്ള എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു ജീവിത ദർശനം നിങ്ങൾക്ക് ബദലായിട്ട് സമർപ്പിക്കാനുണ്ടെങ്കിൽ അതിന് നമുക്ക് അവസരം ഒരുക്കാം. അതാണ് ഇത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു ചോദ്യം സ്വർഗം എവിടെയാണ് എന്നതാണ്. അതിനുള്ള മറുപടിയായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വർഗം എവിടെയായാലും നമുക്ക് അവിടെ എത്താൻ പടച്ച തമ്പുരാൻ തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്നതാണ് അതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. അള്ളാഹു മനുഷ്യർക്ക് സൗഭാഗ്യങ്ങളുടേതായ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് നിരന്തരമായി ഒടുങ്ങാത്ത അവസാനിക്കാത്ത ശിക്ഷയുടേതായ നരകവും ഒരുക്കിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഭൂമിയിൽ തന്നെ ആവാം, അല്ലെങ്കിൽ ഭൂമിക്ക് ബാഹ്യമായ ദൈവിക സെട്ടിപ്പിന്റെ ഭാഗമായുള്ള പ്രപഞ്ചത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിലാവാം. ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമായ ഒരു കാര്യമല്ല. അത് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുമില്ല. ചില കാര്യങ്ങൾ അള്ളാഹു നമുക്ക് വെളിപ്പെടുത്തി തരാതെ വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ, അള്ളാഹുവിന്റെ സൃഷ്ടി സംവിധാനത്തില് സ്വർഗവും നരകവും ഉണ്ട്. അതിന്റെ ഇടം ഇന്നതാണ് എന്ന് പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് ഈ ഭൂമുഖത്തെ ജീവിതകാലത്ത് എന്ത് ഗുണമാണ് അതുകൊണ്ടുള്ളത്? ഒന്ന് പോയി നോക്കി വരാനാണ്. അവിടെ സാധനം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരാൻ വേണ്ടിയാണെങ്കിൽ അതിന്റെ ഒരാവശ്യമില്ല. കാരണം അതിന് അങ്ങനെ ഒരു പ്രൊവിഷൻ അള്ളാഹു വെച്ചിട്ടില്ല. മനുഷ്യന് ഇവിടെ കാണാനും കേൾക്കാനും വിലയിരുത്താനും നിരീക്ഷിക്കാനും ഒക്കെ പറ്റുന്ന ദൈവിക പ്രതിഭാസങ്ങളായ ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ സ്വത്വത്തെ ബോധ്യപ്പെടുക എന്നതാണ് അള്ളാഹു വെച്ചിരിക്കുന്ന സംവിധാനം. അപ്പോ സ്വർഗം അള്ളാഹു നിശ്ചയിച്ച അതൊരുക്കി വെച്ചിരിക്കുന്നിടത്തുണ്ട്, നരകവും അതുപോലെ തന്നെയാണുള്ളത്. അപ്പോ മറ്റൊരു ചോദ്യം, മതം ഫോളോ ചെയ്താൽ നന്മ, മതത്തെ നിഷേധിച്ചാൽ തിന്മ, അങ്ങനെയാണോ? ഇതെങ്ങനെ ശരിയാകും എന്നതാണ് ചോദ്യം. ഇത് ശരിയാവാൻ ഒരേ ഒരു വഴിയല്ലോ. മതം ശരിയാണ് എന്ന് വരുന്നുവെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ്. മതം അബദ്ധമാണ്, തെറ്റാണ്, ഒരു ഫാലസിയാണ് എങ്കിൽ ഈ പറഞ്ഞത് ശരിയാവില്ലല്ലോ. സത്യമതത്തിന്റെ ഒരു ഔന്നത്യം, ഒരു സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത് ഇക്കാര്യത്തിലാണ്. മതം ഫോളോ ചെയ്താൽ, കാരണം മതമാണ് നന്മ, മതമാണ് സത്യം.
ദൈവികമായി പഠിപ്പിക്കപ്പെട്ട ദീനാണ് സത്യം. ബാക്കിയുള്ളതൊക്കെ വ്യാജ മതങ്ങളാണ്. അല്ലെങ്കിൽ കറപ്റ്റഡ് ആയ ആളുകള് പല വിധത്തിലുള്ള മാറ്റത്തിരുത്തലുകളും വരുത്തി നാശമാക്കിയിട്ടുള്ള മതരൂപങ്ങളാണ്. അതിന്ന് അവയുടെ തനിമ നിലനിർത്തിക്കൊണ്ടല്ല നിലകൊള്ളുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ യേശുവിന്റെ അനുയായികളുടെ മതം, അവരതിനെ ക്രിസ്ത്യാനിറ്റി എന്നാണ് വിളിക്കുന്നത്. ദൈവം പഠിപ്പിച്ചത്, ഈസാ അലൈഹി സ്വലാം പഠിപ്പിച്ചത് ഇസ്ലാം തന്നെയാണ്. പക്ഷെ പിന്നീട് അത് അറിയപ്പെടുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന ഒരു ത്രിയേകത്വ മതമാണ്. ഇതേപോലെ തന്നെയാണ് മിക്ക ഇസ്ലാമേതര മതങ്ങളുടെയും കാര്യം. അത് യഥാർത്ഥ ദൈവത്തിൽ നിന്ന് ആളുകളെ അകറ്റുന്ന, സത്യത്തിൽ നിന്ന് അവരെ ബഹുദൂരം നീങ്ങിപ്പോകാൻ അവർക്ക് കാരണമാകുന്ന വിധത്തിലുള്ള മതദർശനങ്ങളും വിശ്വാസങ്ങളുമാണ് ഉള്ളത്. അപ്പോ അതല്ലാതെ അതിന്റെ തെളിമയും തനിമയും നിലനിർത്തിക്കൊണ്ടുള്ള ഒരേ ഒരു ജീവിത ദർശനം, ഒരേ ഒരു മതം ഇസ്ലാമാണ്. അത് പ്രപഞ്ച സ്രഷ്ടാവായ റബ്ബിന് വിധേയപ്പെടുക എന്ന മതമാണ്. അതിനെ നിഷേധിച്ചാൽ തീർച്ചയായിട്ടും അത് തിന്മ തന്നെയാണ്. അതിനെ അംഗീകരിച്ചാൽ തീർച്ചയായിട്ടും അത് നന്മ തന്നെയാണ്. കാരണം ആ അടിത്തറയിലാണ് സകല നന്മകളും ഒരാൾക്ക് സാധിക്കുന്നത്, സകല തിന്മകളും ഒരാള് ചെയ്യുന്നവനാവാൻ കാരണമാവുന്നതും ഈ തെറ്റായ മതത്തെ പിൻപറ്റുന്നതുകൊണ്ടും സത്യമതത്തെ നിഷേധിക്കുന്നതും കൊണ്ടുമാണ്. എല്ലാവരിലും നന്മ ഉടലെടുക്കുന്നത് ഈ ഒരു അടിത്തറയിലാണ്. അള്ളാഹുവിനെ തിരിച്ചറിയാത്ത, അള്ളാഹുവിന് വിധേയപ്പെടാൻ സന്നദ്ധനാവാത്ത ഒരാള് നന്മയുടെ വാഹകനോ പ്രയോക്താവോ ഒന്നുമായിട്ട് ഏറെ സഞ്ചരിക്കാൻ കഴിയില്ല. അയാളില് സ്വാർത്ഥതയുടെയോ ഭൗതിക താല്പര്യത്തിന്റെയോ ജഡികതയുടെയോ ഒക്കെ കാരണങ്ങളാണ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അയാള് സമൂഹത്തിനും അയാൾക്ക് തന്നെയും ഒക്കെ ദ്രോഹമായിട്ടാണ് ഭവിക്കുക. നന്മയാവണമെങ്കിൽ അടിസ്ഥാനപരമായി സൃഷ്ടാവായ റബ്ബിനെ തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ഒക്കെ വേണം. അത് ചെയ്താലേ സംഭവിക്കുകയുള്ളൂ. അപ്പോ കാര്യം വ്യക്തമാണെന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു ചോദ്യം, ആകെ ആവർത്തന വിരസതയാണ് എന്ന് തോന്നുന്നില്ലേ എന്നാണ്. ആവർത്തനമാണ്, വിരസത തോന്നിയിട്ടില്ല. അതാണ് എനിക്ക് സംബന്ധമായിട്ട് പറയാനുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ ആവർത്തിച്ച് വ്യത്യസ്തമായ ഭാഷാ ശൈലിയിലും പ്രയോഗങ്ങളും ഒക്കെ ആയിട്ട് പല വിധത്തിലുള്ള ഊന്നലുകളും അതുപോലെ പ്രയോറിറ്റൈസിങ് ചെയ്തുകൊണ്ടും ഒക്കെ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു ശൈലി വിശുദ്ധ ഖുർആനിലുണ്ട്. അത് നമുക്ക് തദ്കിറത്തായിട്ട് വിശുദ്ധ ഖുർആൻ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. ഖുർആന്റെ ഏത് ഭാഗം എടുത്ത് വായിച്ചാലും നമുക്ക് ആവശ്യമായ ഒരു ഓർമ്മപ്പെടുത്തൽ അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അള്ളാഹുവിനെ സ്മരിക്കാനും നമ്മുടെ പ്രബോധീയത്തിനെ ബോധ്യപ്പെടാനും ഒക്കെ തന്നെ, അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാനും അവന് വിധേയപ്പെടലിന്റെ അനിവാര്യതയെ മനസ്സിലാക്കാനും ഒക്കെ നമ്മില് ഒരു ഉണർത്തൽ ഉണ്ടാക്കുന്ന വിധത്തിലാണ് വിശുദ്ധ ഖുർആന്റെ ഏത് ഭാഗവും. അതുകൊണ്ട് ഏത് ആയത്താണ് പാരായണം ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഭാഗമാണ് പാരായണം ചെയ്യുന്നത് എങ്കിലും അത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തദ്കിറത്തിന്റെ ഫലം അതുകൊണ്ടുണ്ടാകും. അത് ഖുർആൻ ഉദ്ദേശപൂർവ്വം അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അതിനോട് ഒരു വിരക്തിയോ അല്ലെങ്കിൽ അനിഷ്ടമോ, അത് ഒരു അപ്രസക്തവും അനാവശ്യവുമായ ഒരു സംഗതി ആണ് എന്ന അരക്കിട്ടുറപ്പിച്ച ഒരു ബോധ്യത്തോടു കൂടി ഒരു നോവൽ വായിക്കുന്ന പോലെയാണ് ഖുർആൻ വായിക്കാൻ ഒരാൾ സമീപിക്കുന്നതെങ്കിൽ അയാൾക്ക് അത് വിരസത ഉള്ളതായിട്ട് അനുഭവപ്പെടും. അത് അയാളുടെ നിലപാടിന്റെ പ്രശ്നമാണ്, വിശുദ്ധ ഖുർആന്റെ പ്രശ്നമല്ല. വിശുദ്ധ ഖുർആൻ ഹുദൻ ലിൽ മുത്തഖീനാണ്. സത്യം തേടുന്ന തരം ആളുകൾക്ക്, ദൈവഭയമുള്ള ആളുകൾക്ക്, സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾക്ക്, ബുദ്ധിപരമായ സത്യസന്ധത കാണിക്കുന്ന ആളുകൾക്കുള്ള മാർഗദർശനമാണ്. അതുകൊണ്ട് അങ്ങനെ തേട്ടമില്ലാത്ത ഒരാൾക്ക് അതിൽ വിരസതയാണ് അനുഭവപ്പെടുക. അതിൽ അത്ഭുതമൊന്നുമില്ല. ആവർത്തനമുണ്ട്, പക്ഷെ യഥാർത്ഥ ആവശ്യത്തിന് വേണ്ടി അതിനെ സമീപിക്കുന്ന ആളുകൾക്ക് അതിൽ വിരസതയല്ല, വലിയ പ്രചോദനവും കരുത്ത് പകരുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന തരം കാര്യങ്ങളുമാണ് അടങ്ങിയിട്ടുള്ളത്. വേറൊരു ചോദ്യം, ഒരു നല്ല ദൃഷ്ടാന്തം കാണിച്ചാൽ എല്ലാവരും തനിയെ വിശ്വസിക്കുമല്ലോ, അത് ചെയ്യാതെ ഇങ്ങനെ നിരന്തരം ഭയപ്പെടുത്തൽ
ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയാകാൻ ഒരു സാധ്യതയുമില്ല. ഇത് അള്ളാഹു എന്നൊരു പ്രതീകത്തെ ഉപയോഗിച്ച് ഒരു മനുഷ്യൻ മറ്റു മനുഷ്യരെ സ്വന്തം അടിമകളാക്കി ഉപയോഗിക്കാൻ ചെയ്യുന്ന കാര്യമല്ലേ എന്നതാണ്. അല്ല എന്നതാണ് അതിനുള്ള ഉത്തരം. ഒരു നല്ല ദൃഷ്ടാന്തം കാണിച്ച് നിങ്ങൾ പറയുന്ന പോലെ അള്ളാഹു ഭൂമുഖത്തേക്ക് ഇങ്ങ് ഇറങ്ങി വന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് സല്യൂട്ട് അടിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ദൃഷ്ടാന്തമെങ്കിൽ, അങ്ങനെ വിശ്വാസിയായി നിങ്ങൾ സ്വർഗം നേടണമെന്ന് അള്ളാഹു ആഗ്രഹിച്ചിട്ടില്ല. അള്ളാഹുവിന് അങ്ങനെ ഒരു പദ്ധതിയും ഇല്ല. അള്ളാഹു നൽകിയിട്ടുള്ള പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള സൂചനകൾ വായിച്ചെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ അനിവാര്യതയെ ബോധ്യപ്പെടുകയും ദൈവിക മാർഗദർശനം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അള്ളാഹു എല്ലാവരെയും വിശ്വാസിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറെ പേര് നിഷേധികളായിട്ടും കുറെ പേര് കപട വിശ്വാസികളായിട്ടും ഒക്കെ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ തന്നെയാണ് ഈ മനുഷ്യ സമൂഹം അതിന്റെ പരിണതി ഏറ്റുവാങ്ങുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്യുക എന്നതാണ് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. അപ്പോ എല്ലാവർക്കും അങ്ങ് ബോധ്യപ്പെടുന്ന വിധത്തില് ഒരു ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിലുള്ള വിശ്വാസമാണല്ലോ അതിന്റെ അടിത്തറ. അപ്പൊ അള്ളാഹു തന്നെ നേരിട്ട് നിങ്ങളെ മുന്നിൽ അങ്ങ് വന്ന് നിന്നാൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോളൂല്ലോ. അതുകൊണ്ട് പിന്നെ അതിലെന്ത് പരീക്ഷണാണുള്ളത്? എന്തിനാണ് നിങ്ങൾക്ക് സമ്മാനം അല്ലെങ്കിൽ പ്രതിഫലം? നിങ്ങൾക്ക് എന്തിനാണ് ഒരു ശിക്ഷ? ഇതിന്റെയൊക്കെ എന്ത് പ്രാധാന്യമാണുള്ളത് എന്നൊരു കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം. അപ്പോ ഒരു മനുഷ്യൻ മറ്റു മനുഷ്യരെ സ്വന്തം അടിമകളാക്കി ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്ന ചോദ്യം അല്ലെങ്കിൽ എന്ന നിരീക്ഷണം യാതൊരു ചരിത്രബോധവും ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ ഉന്നയിക്കാൻ സാധിക്കുകയുള്ളൂ. ചരിത്രം വായിച്ച് മനസ്സിലാക്കുക. ഈ പ്രവാചകന്റെയും അനുയായികളുടെയും ചരിത്രം എന്താണ് എന്നത് സൂക്ഷ്മമായി വിലയിരുത്തിയാൽ നിങ്ങൾക്ക് ഡേ 1 തന്നെ ബോധ്യപ്പെടും. ഇത് മറ്റുള്ളവരെ അടിമയാക്കാൻ വേണ്ടിയുള്ളതായിരുന്നില്ല, മറിച്ച് മുഴുവൻ മനുഷ്യരെയും വിമോചനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഒരു മനുഷ്യൻ ഇത്രയും ഏറെ പ്രയത്നങ്ങളിൽ ഏർപ്പെടുകയുണ്ടായത് എന്നത്. ആ മനുഷ്യന്റെ എന്ന് പറഞ്ഞാൽ ആ ദൈവിക പ്രവാചകന്റെ പ്രയത്നത്തിന്റെ ഫലമാണ് ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ഇന്നും അവരുടെ ചിന്താപരമായ അവര് നേടിയിട്ടുള്ള കൈവരിച്ചിട്ടുള്ള വിമോചനത്തിലൂടെ അവര് അനുഭവിക്കുന്നത്. ആ മനുഷ്യന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ടുള്ള നേട്ടങ്ങളാണ് അത്. ഒന്നും രണ്ടും പേരല്ല, കോടിക്കണക്കിന് മനുഷ്യര് ഈ ദർശനത്തെ ദൈവികമായ വിമോചന ദർശനമായിട്ട് ഉൾക്കൊള്ളുകയും അതിനെ ഓരോ ജീവിതത്തിലെ ഓരോ നിമിഷവും ആ നിലക്ക് അനുഭവിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെയുള്ളൊരു വസ്തുത നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ ഈ ചോദ്യം എവിടെയാണ്, അതിന്റെ പ്രസക്തി എന്താണ് എന്നതൊക്കെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പോ മറ്റൊരു ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഗർഭധാരണവും പ്രസവവും ഒക്കെ വലിയ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് എന്നൊക്കെ പറയാതെ അതിനൊരു പരിഹാരം സർവശക്തനായ അള്ളാഹു കാണാതിരുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അത് ചില ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നത് അള്ളാഹുവിന്റെ ആസൂത്രണത്തിന്റെ തന്നെ ഭാഗമാണ്. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ആക്കി തന്ന പല വിഷയങ്ങളും മനസ്സിലാവുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് രാവും പകലുമായി സംവിധാനിച്ചത് കൊണ്ടാണ് രാവ് എത്തുമ്പോൾ പകലിനെ കുറിച്ചും പകലുണ്ടാവുമ്പോൾ രാവിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഓർക്കാൻ കഴിയുന്നത്. ശ്വാസം അയക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ചർമ്മത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലം ബാഷ്പീകരിക്കപ്പെട്ടു പോകുന്നത് ചർമ്മത്തിന്റെ സുഷിരങ്ങളിലൂടെയാണല്ലോ. അതുണ്ടാവുമ്പോൾ അതിങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്, നമ്മൾ അറിയുന്ന പോലുമില്ല. ഇതേപോലെയാണ് ഗർഭധാരണം എങ്കിൽ പിന്നെ അതില് എന്ത് പ്രയത്നമാണുള്ളത്? ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോട് എന്ത് അറ്റാച്ച്മെന്റ് ആണ് ഉണ്ടാവുക? ഒരു കുഞ്ഞിന് അമ്മയോട് എന്ത് കടപ്പാടാണ് തോന്നുന്നത്? അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളും അതുപോലെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ അമ്മയും ഒക്കെ വാർദ്ധക്യത്തിലേക്ക് എത്തും. ആ സമയത്ത് ഈ ജന്മം നൽകിയ കുഞ്ഞുങ്ങൾക്ക് ഉമ്മയോടോ അമ്മയോടോ ഒക്കെ ഒരു
ഒരു പ്രതിബദ്ധതയും കടപ്പാടും ഒക്കെ അനുഭവപ്പെടുകയും അവരെ പരിചരിക്കുകയൊക്കെ ചെയ്യുന്നതിൽ ഒരു രഹസ്യവും അടങ്ങിയിട്ടില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? അതിലൊക്കെ തന്നെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അപ്പോ ഈ ഗർഭധാരണത്തിന്റെ പ്രയാസവും പ്രസവം അതുപോലെ കുഞ്ഞിനെ വളർത്തുക ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന പ്രയാസങ്ങളൊക്കെ അള്ളാഹ് വളരെ അനിവാര്യമായിട്ട് തന്നെ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാക്കി വെച്ചതാണ്. അത് ആവശ്യമുണ്ട് എന്നതിനാൽ തന്നെയാണ് ആ പ്രയാസങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അതിനുള്ള പ്രായോഗികമായ പരിഹാരങ്ങളും കണ്ടെത്താൻ മനുഷ്യന് അള്ളാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്. അതിനുള്ള സാധ്യതകളും തുറന്നു വെച്ചിട്ടുണ്ട്. എത്രയോ ഇപ്പോൾ ചൈൽഡ് കെയറിന് ആവശ്യമായ എന്തെല്ലാം സംഗതികൾ മനുഷ്യൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു കുട്ടികളുടെ ചൈൽഡ് റിയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടയിലൊന്ന് പോയി നോക്കിയാൽ മതി. നൂറുകണക്കിന് സാധനങ്ങൾ കുട്ടികളെ പരിചരിക്കുന്നതിന്, അവരെ ആ ശൈശവത്തിൽ കെയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം സംഗതികളാണ്. ഇതൊക്കെ മനുഷ്യബുദ്ധിയിൽ രൂപപ്പെട്ടുകൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതല്ലേ. ഇത് സാധിച്ചത് അങ്ങനെയൊക്കെ ആലോചിക്കാൻ കഴിയുന്ന വിധത്തിൽ മനുഷ്യനെ അള്ളാഹു രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ്. ഇതെന്തുകൊണ്ടാണ് ഒരു പശുവിന്റെ കുട്ടിക്ക് വേണ്ടി പശു ഉണ്ടാക്കാത്തതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പശുക്കൾ ഇവിടെ ഭൂമുഖത്ത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ജീവിച്ചു പോയിട്ടുണ്ട്. അവരാരെങ്കിലും ഇതുപോലെ തന്റെ കുഞ്ഞിനു വേണ്ടി ഇങ്ങനത്തെ എന്തെങ്കിലും ഉപകരണങ്ങളോ അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്നതിന് വേണ്ട സംവിധാനങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പൊ ഇല്ലാത്ത കുറെ ജീവജാലങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോ ഇതൊക്കെ രൂപകൽപ്പന ചെയ്യാനുള്ള കഴിവ് മനുഷ്യന് കൊടുത്തത് നിങ്ങളല്ലല്ലോ, ഈ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തന്നെയല്ലേ. അതുകൊണ്ട് ദൈവം അതിനൊക്കെ സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോ സർവശക്തനായ അള്ളാഹു ഇത് കാണാതിരുന്നതല്ല, കണ്ടുകൊണ്ട് തന്നെ ഉദ്ദേശ്യപൂർവം അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അതിന് ചില താല്പര്യങ്ങളും അവനുണ്ട്. മറ്റൊരു ചോദ്യം, പ്രസവത്തോട് ചേർന്ന് നടക്കുന്ന മരണങ്ങൾ തടയാനും അള്ളാഹു ഒന്നും ചെയ്തില്ല. മെഡിക്കൽ സയൻസ് ആണ് അത്തരം മരണങ്ങളെ ഗണ്യമായി കുറച്ചത്. 1400 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പ്രസക്തിയുള്ളതാണോ എന്നാണ് ചോദ്യം. പ്രസവത്തോട് ചേർന്ന് പ്രസവത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് മരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോ അമ്മ മരിക്കും, ചിലപ്പോ കുട്ടി മരിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊന്നും അല്ലാതെയും മരിക്കുന്നില്ലേ? പ്രസവമൊന്നും ആവശ്യമില്ലാതെ തന്നെ, അല്ലെങ്കിൽ കുട്ടിയുടെ ജനനം എന്ന പ്രക്രിയയുടെ സമയത്തല്ലാതെ ജനിച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം കുട്ടി ഇപ്പൊ മുലപ്പാല് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മരിക്കുന്ന കുട്ടികളെ കുറിച്ച് പത്രത്തിൽ റിപ്പോർട്ട് വായിക്കാറില്ല. അപ്പൊ മരണത്തിന് അള്ളാഹു ഒരു സമയവും ഒരു തീരുമാനമൊക്കെ നേരത്തെ എല്ലാവരുടെയും കാര്യത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയം എത്തിയാൽ അത് ചിലപ്പോ പ്രസവ സമയത്താവും, ചിലപ്പോ കുഞ്ഞ് ജനിക്കുന്ന പ്രക്രിയയിൽ കുഞ്ഞങ്ങ് മരിച്ചു പോകലാവും, ഇനി അതല്ലെങ്കിൽ ശൈശവത്തിലാവും, ഇനി വർഷങ്ങൾ തന്നെ പ്രയത്നിച്ച് കുഞ്ഞിന്റെ ഉമ്മ പരിചരിച്ച് കുഞ്ഞിനെ വളർത്തി കൊണ്ടുവന്ന് 4-5 വയസ്സായ ഘട്ടത്തിലായിരിക്കും ചിലപ്പോ പാമ്പ് കടിയേറ്റോ വണ്ടി ഇടിച്ചോ ഒക്കെ മരിച്ചു പോകുന്നത്. ഇത് അള്ളാഹുവിന്റെ നിശ്ചയമാണ്, അതങ്ങനെ സംഭവിക്കും. അത് പിന്നെ പ്രസവവും അതുപോലെ ഗർഭധാരണവും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പ്രസക്തമാണോ എന്നാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ഉപചോദ്യം. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ, ഖുർആൻ മുന്നോട്ട് വെച്ച ഈ കാര്യങ്ങൾ വളരെ 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 പ്രസക്തമാണ് എന്നതാണ് ആധുനിക ലോകം വിളിച്ചു പറയുന്ന കാര്യം തന്നെ. വൈദ്യശാസ്ത്ര രംഗത്തുള്ളവരായാലും ആരോഗ്യ രംഗത്തുള്ളവരായാലും മനുഷ്യന്റെ അനാറ്റമിയെ കുറിച്ച് പഠിക്കുന്നവരായാലും ഈ മേഖലയിൽ എന്തെങ്കിലും ആധുനികമായ അറിവ് കരഗതമാക്കാൻ സാധിച്ചിട്ടുള്ള ആളുകളൊക്കെയും തന്നെ ഇത് സംബന്ധമായിട്ട് ഖുർആൻ പറയുന്ന കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ വിസ്മയത്തോടു കൂടിയാണ് അവരതിനെ ഉൾക്കൊള്ളുന്നത്. എങ്ങനെ 1500ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഒരു മരുഭൂവാസിയായ മനുഷ്യന് ഇതൊക്കെ പറയാൻ കഴിഞ്ഞു എന്ന ചോദ്യത്തിൽ നിന്നാണ് അവർ തുടങ്ങുക. എന്നിട്ട് അവസാനം ഇത് ദൈവിക വെളിപ്പാടുകളാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവര് സത്യമാർഗം ഉൾക്കൊള്ളുന്നവരായിട്ട് മാറുകയാണ് ചെയ്യുക. സത്യസന്ധതയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവര് സത്യത്തിലേക്ക് എത്തും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ചോദ്യം, മലക്കുകൾ ഉള്ളതായി എന്തെങ്കിലും തെളിവ് ആധുനിക കാലത്ത് ലഭിച്ചിട്ടുണ്ടോ എന്നാണ്.
മലക്കുകൾ ഉള്ളതിന് തെളിവ് ചോദിക്കുന്നത് ശാസ്ത്രീയമായ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ തെളിവുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിയിലൂടെ മലക്ക് നടന്നു പോകുന്നത് ആണ് കാണേണ്ടതെങ്കിൽ, അങ്ങനെയുള്ള തെളിവുകൾ ഇപ്പോൾ ശബരിമലക്ക് പോകുന്നവരൊക്കെ പോകുന്നത് കാണുമ്പോൾ മലക്ക് പോകുന്നത് എന്നുള്ള നിലക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് കാണിക്കാൻ പറ്റും. അല്ലാതെ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയായ മാലാഖമാരും മലക്കുകൾ മലായിക്കത്ത് കാണുന്നത് അല്ലെങ്കിൽ നടന്നു പോകുന്നത് നമുക്ക് ഫോട്ടോ എടുത്ത് തെളിവ് കാണിക്കാൻ സാധ്യമല്ല. കാരണം അങ്ങനെ നമുക്ക് ആക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടല്ല അള്ളാഹു ഈ കാര്യങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത്. ചിലത് മറഞ്ഞു നിൽക്കാൻ വേണ്ടി തന്നെയാണ്, മറഞ്ഞു നിൽക്കുന്ന വിധത്തിലാണ് അള്ളാഹു ഇത് സംവിധാനിച്ചിട്ടുള്ളത്. ജിന്ന് എന്ന പേര് തന്നെ ആ നിലക്കുള്ളതാണ്. ദൃഷ്ടിഗോചരമല്ലാത്തത് എന്നതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞു നിൽക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൂടിക്കാഴ്ച നടത്തിയ ജിന്നുകൾ തന്നെ മനുഷ്യരൂപത്തില് ഒക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ടുള്ളത്. മലക്കുകളും മനുഷ്യരുടെ സാന്നിധ്യമുള്ളിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൂടിക്കാഴ്ച നടത്തിയത് മനുഷ്യരൂപത്തിലാണ്. അല്ലാത്ത രണ്ട് സന്ദർഭങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്ക് ജിബ്രീലിനെ കണ്ടതായിട്ട് ഖുർആൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ വെളിപ്പാട് നൽകിയ ഹിറാ ഗുഹയിലെ സന്ദർഭത്തില്, മറ്റൊന്ന് മിഅ്റാജിന്റെ രാത്രിയില് വാനലോകത്ത് ഉപരിലോകത്ത് സിദ്റത്തുൽ മുൻതഹായുടെ അടുക്കൽ വെച്ച് ജിബ്രീലിനെ തനത് രൂപത്തിൽ കണ്ടതായിട്ടും ഖുർആൻ പരാമർശിക്കുന്നു. വേറെ ആധുനിക കാലഘട്ടത്തില് മലക്കുള്ളതായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള തെളിവുകളൊന്നും കാണാൻ കഴിഞ്ഞിട്ടുള്ളതായി എൻ്റെ അറിവിലില്ല. അള്ളാഹു വെളിപ്പെടുത്തിയ കാര്യം എന്ന നിലയ്ക്ക് അള്ളാഹുവിനെ ബോധ്യപ്പെട്ടവർക്ക് മലക്കുകളെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു പ്രയാസമേ അല്ല. കാരണം അള്ളാഹുവെയാണ് നമ്മൾ ആദ്യം ബോധ്യപ്പെടുന്നത്. ആ അള്ളാഹു വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് നമ്മൾ തുടർന്ന് ഉൾക്കൊള്ളുന്നത്. മറ്റൊരു ചോദ്യം, ജീവിതത്തിലും മരണത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ അള്ളാഹു ഒരുക്കുന്നു, പിന്നെ ആ അവസരങ്ങളിൽ മലക്കുകൾ ആശ്വസിപ്പിക്കാൻ വരുന്നു. ഇതൊക്കെ വലിയ വിരോധാഭാസമല്ലേ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് വിശക്കാറുണ്ടല്ലോ അല്ലെ? വിശപ്പ് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ആനന്ദം അനുഭവപ്പെടാറില്ലേ? എന്നാ വിശപ്പ് തന്നെ വേണ്ടെന്ന് വെച്ചാൽ പോരായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാമല്ലോ വേണമെങ്കിൽ. അപ്പൊ മനുഷ്യ ജീവിതത്തെ അള്ളാഹു ആസൂത്രണം ചെയ്ത ഒരു രൂപത്തിലാണ് നിങ്ങളും ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ഭീതിയും ആശങ്കയും വ്യസനവും സങ്കടവും ഒക്കെ ഉണ്ടാവുന്ന സമയങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്കും അനുഭവം ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള സംഗതികൾ. അപ്പോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അത്യസാധാരണമായ വിധത്തിൽ ആശ്വാസം പകരുന്ന ഒരു സംസാരം കേൾക്കാനിടയായാൽ അത് എന്താണ് അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക? ഒരാളും എന്നെ തിരിഞ്ഞു നോക്കിയില്ല, ഒരാളും എന്നോട് ഒരു ആശ്വാസ വാക്ക് പോലും ഉരുവിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ എത്ര നമ്മൾ കേൾക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു വെച്ചാൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്ന എത്രയോ പെണ്ണുങ്ങളൊക്കെ കേൾക്കാം. അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ പലരും അവരെ ചൂഷണത്തിന് ഇരയാക്കിയത്, പലപ്പോഴും അച്ഛൻ തന്നെ ദ്രോഹിച്ച കഥകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരാളും എന്നെ സഹായിക്കാനുണ്ടായില്ല, എന്റെ സംരക്ഷണത്തിനുണ്ടായില്ല, ഞാൻ അങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടപ്പോ എന്നെ ആശ്വസിക്കാൻ ആത്മഹത്യയിലേക്ക് എടുത്തു ചാടാൻ പോയ സമയത്ത് എന്നെ ഒന്ന് കൈപിടിച്ച് തടസ്സം നിൽക്കാൻ ഒരാളുണ്ടായില്ല എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ധാരാളം പേരെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. അപ്പൊ ആശ്വസിപ്പിക്കുക എന്നത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഭൗതിക ലോക ജീവിതത്തിന്റെ അനിവാര്യതകളിൽ പെട്ടതുമാണത്. ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മലക്കുകൾ തന്നെയാണ് എന്ന് വരുമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് എന്തുമാത്രം എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു അനുഭവമായിരിക്കും. ഏത് മനുഷ്യനും വ്യക്തിപരമായി ഒരു പക്ഷേ അവരുടെ ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും നിർവൃതിയുടെയും ഏറ്റവും ഉച്ചിയിലെത്തുന്ന ഒരു അനുഭവമായിരിക്കും അത് എന്ന് പറയുന്നതിൽ
എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണത്. ഞാൻ അങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്. അപ്പോ അള്ളാഹു മനുഷ്യന് പ്രശ്നം തരുന്നുണ്ട്, വലിയ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം തരുന്നു. പിന്നീട് ആരുടെയെങ്കിലും മുഖേന അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെയും നമ്മളുടെ ആലോചനയിൽ അതിനൊരു പരിഹാരം തെളിഞ്ഞു വരുന്നു. ആശ്വാസാവോ ഇല്ലേ? പ്രശ്നമില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എത്രയോ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നില്ലേ നിങ്ങൾ? ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ നമുക്കതിൽ വലിയ ആനന്ദം ഉണ്ടാവുന്നില്ലേ? അപ്പൊ പ്രശ്നം ഉണ്ടാവുകയും അതിന് പരിഹാരം കണ്ടെത്താൻ വഴികൾ അന്വേഷിക്കുകയും ചെയ്യേണ്ടി വരുന്ന വിധത്തിലാണ് ഈ ജീവിതത്തെ അള്ളാഹു ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോ നിങ്ങളുടെ ഈ പ്രതികരണം അല്ലെങ്കിൽ ഈ ചോദ്യം എന്തുമാത്രം അപ്രസക്തമാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾ ഇതിനെ നിഷേധിച്ചത് കൊണ്ടൊന്നും മനുഷ്യൻ പ്രശ്നങ്ങളില്ലാത്തവനായി മാറുന്നില്ല. ജീവിതത്തിന്റെ സങ്കീർണതകളെ നേരിടേണ്ടി വരുന്ന ആൾ അല്ലാതെ ആവുന്നില്ല. പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോ പ്രശ്നങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ് എന്നത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവിക പരിഹാരങ്ങൾ നമ്മുടെ മുന്നിൽ തെളിയുമ്പോൾ അത് വലിയ ആശ്വാസമാവുന്നത്. മലക്കുകള് നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് അങ്ങേയറ്റത്ത് ആനന്ദം പകരുന്ന ഒരു കാര്യമായി മാറുന്നത്. പിന്നെ അയാൾക്ക് പേടിയില്ല, ആശങ്കയില്ല, അതുപോലെ വ്യസനവും സങ്കടവും ഒന്നുമില്ല. അയാള് വലിയൊരു ആനന്ദത്തിന്റെ അനുഭവത്തിലാണ്. കാരണം തനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ബോധ്യപ്പെടാൻ, തന്നോട് ചില കാര്യങ്ങൾ പറയാൻ അള്ളാഹു മലക്കുകളെ ചുമതലപ്പെടുത്തിയല്ലോ എന്നൊരാൾക്ക് തിരിച്ചറിയാൻ പറ്റുമ്പോൾ അത് നൽകുന്ന ആനന്ദം നമുക്ക് വേറെ സാധാരണ ജീവിതാനുഭവങ്ങളൊന്നും പോലെ ആവൂല. അതിനേക്കാളൊക്കെ എത്രയോ ഉന്നതമായ തലത്തിലുള്ള ഒരു ആനന്ദമായിരിക്കും അത്. മറ്റൊരു ചോദ്യം, ഇസ്ലാമിക ഫിലോസഫി അനുസരിച്ച് പരലോക ജീവിതം അനന്തമായതാണ്. ഭൂമിയിലെ ജീവിതം തീർത്തും ഹ്രസ്വവുമാണ്. ഭൂമിയിൽ വിശ്വാസയോഗ്യമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു കാണിക്കാത്തത് കൊണ്ട് പലരും ഇസ്ലാം സ്വീകരിക്കുന്നില്ല. അത്തരം യുക്തിപരമായ ശരിയായ അവിശ്വാസത്തെ വലിയ ഒരു വിഷയമാക്കി അവിശ്വാസികളെ ക്രൂരമായി ശിക്ഷിക്കും എന്ന അള്ളാഹുവിന്റെ പേരിൽ മുഴക്കുന്ന ഭീഷണികൾ ഒരു കാരണവശാലും ദൈവിക വചനങ്ങളായി കാണാൻ കഴിയുന്നില്ല. ഇതൊക്കെ അധികാരത്തിനു വേണ്ടിയുള്ള അറബികളുടെ തന്ത്രങ്ങൾ മാത്രമല്ലേ? വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഭീഷണികൾ തലയിൽ കയറിക്കൂടുന്ന കാരണം മാനസികമായി മനുഷ്യൻ വിധേയപ്പെട്ടു പോകുന്നതല്ലേ എന്നതാണ്. വിധേയപ്പെട്ടു പോകരുത് എന്നുള്ള ശാഠ്യം അങ്ങനെ ഉറപ്പിച്ചു വെച്ചിട്ട് എന്നിട്ട് അതിനുള്ള ന്യായങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾ അങ്ങനെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. എന്ത് യുക്തി കാണിച്ചാലും അതൊന്നും യുക്തിയായിട്ട് ബോധ്യപ്പെടൂല. എന്ത് ദൃഷ്ടാന്തം കാണിച്ചാലും അതൊന്നും ദൃഷ്ടാന്തമായിട്ട് ഉൾക്കൊള്ളാൻ മനസ്സ് കൂട്ടാക്കൂല. എന്നിട്ട് നിരന്തരമായി നിഷേധിച്ചു കൊണ്ടേയിരിക്കും. എന്നിട്ട് അതിനൊരു അനന്തരഫലമോ ഭവിഷ്യത്തോ ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് പറഞ്ഞത് അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ വ്യാജം പറഞ്ഞുണ്ടാക്കിയതാണ്. അതിന് കാരണം അയാൾക്ക് മറ്റുള്ളവരെ അടിമകളാക്കുകയും അവരുടെ മേൽ മേധാവിത്വം സ്ഥാപിക്കുകയൊക്കെ ചെയ്യലാണ് താല്പര്യം എന്ന് പറയുകയും ചെയ്യും. ഇതാണ് ഇപ്പോ നമ്മൾ കാണുന്ന ഒരു സംഗതി. യഥാർത്ഥത്തിൽ മനസ്സിന്റെ ആ മസിൽ പിടുത്തം ഒന്ന് മാറ്റിവെച്ചിട്ട് ഒന്ന് മനസ്സിനൊന്ന് അയച്ചു വിട്ടു നോക്കൂ. അപ്പോ നിങ്ങളിപ്പോ അയുക്തികം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങേയറ്റത്തെ യുക്തിപരമായ കാര്യമാണ് എന്നത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. ആ മസിൽ പിടുത്തണ്ട് വേണ്ടെന്ന് വെച്ചാൽ മതി. അത് ഒരു നിഷേധത്തിന്റെ ദുശാഠ്യത്തിൽ നിന്നുണ്ടാവുന്ന മനസ്സിനെ ചില സംഗതികൾ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ആ വാശി അങ്ങ് ഒഴിവാക്കിയിട്ട് സത്യം എന്താണ് എന്നത് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത അങ്ങ് ഉണ്ടാക്കിയാൽ മതി. അതിനൊരു പ്രാർത്ഥന പറഞ്ഞു തരാം ഞാൻ. റബ്ബന അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖ വർസുഖ്ന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തില വർസുഖ്ന ഇജ്തിനാബ. ഇതെല്ലാവരും നടത്തേണ്ട ഒരു പ്രാർത്ഥനയായിട്ട് പഠിപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹുവെ, സത്യത്തെ സത്യമായി കാണുവാനും അതിനെ പിൻപറ്റുവാനുള്ള മനസ്സും ഞങ്ങൾക്ക് തരണമേ.
അള്ളാഹുവെ മിഥ്യയെ മിഥ്യയായി കാണുവാനും അതിനെ കയ്യൊഴിയാനുള്ള മനസ്സും നീ ഞങ്ങൾക്ക് തരണമേ. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നുള്ളൂ. നിങ്ങൾക്ക് സത്യം തീർച്ചയായിട്ടും വെളിപ്പെട്ടു വരും. നിങ്ങളുടെ മനസ്സിന്റെ തെളിമ അനുസരിച്ച് നിങ്ങൾ നേരത്തെ നിശ്ചയിച്ചു വെച്ച ദുശാഠ്യത്തിലാണ് നിലകൊള്ളുന്നതെങ്കിൽ പിന്നെ അതുകൊണ്ടൊന്നും ഫലം ഉണ്ടാവില്ല. അതേസമയത്ത് സത്യം എന്താണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ശ്രമം നിങ്ങൾ നടത്തുക. സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ പിന്തുണക്കും എന്നൊരു നിലപാട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പലതിന്റെയും യുക്തി തലങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. സത്യം അംഗീകരിക്കാൻ നിങ്ങൾ മനസ്സ് പാകപ്പെടുകയും ചെയ്യും. സത്യം അംഗീകരിക്കാത്തവരെ അള്ളാഹു ശിക്ഷിക്കുമെന്ന കാര്യം നിങ്ങളെ വേട്ടയാടി വിഷമിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തി നേടും. സത്യത്തിന് അംഗീകരിക്കുന്ന ആളായി അത് പിൻപറ്റുന്ന ആളായിട്ട് നിങ്ങൾ മാറും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു ചോദ്യം, അതിര് കടന്ന ഭയപ്പെടുത്തലല്ലേ സെമിറ്റിക് മതങ്ങളുടെ മുഖമുദ്ര? അപ്പോ അതിര് ഭയപ്പെടുത്തലിന് ആരാണ് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്? ഭയപ്പെടുത്തലിനും പ്രേരിപ്പിക്കുന്നതിനും ഒക്കെ ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചു വെച്ചിട്ട് അതിനപ്പുറത്തേക്ക് പേടിപ്പിക്കരുത് എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു വെച്ചിരിക്കുകയാണോ? എനിക്ക് ഈ ചോദ്യം തന്നെ മനസ്സിലാവണില്ല. ഭയപ്പെടുത്താൻ ചില അതിർവരമ്പുകൾ ഉണ്ടോ? അതിനപ്പുറത്തേക്ക് പേടിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണോ? അപ്പൊ ഇതൊക്കെ നമ്മളുടെ മനസ്സിന്റെ ചില സൃഷ്ടികളാണ്. ഇത് അതിര് കടന്നതാണ്. അതിനപ്പുറത്തേക്കുള്ളത് ഒരു നോർമൽ ആയിട്ടുള്ള പേടിപ്പിക്കലാണ്. നോർമലായ പേടിപ്പിക്കലൊക്കെ നമ്മൾ സഹിക്കും. ഈ അതിര് കടന്ന പേടിപ്പിക്കൽ നമ്മൾ സഹിക്കൂല എന്നൊരു നിലപാട്, അത് മനസ്സിന്റെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ചില അതിർവരമ്പുകളൊക്കെ വരച്ചു വെച്ചിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ മസിൽ പിടുത്തുണ്ടല്ലോ, ആ മസിൽ പിടുത്താണ്ട് ഒഴിവാക്കിയാൽ മതി. എന്നാൽ കാര്യങ്ങൾ എളുപ്പമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. ദൈവിക മതങ്ങളുടെ അല്ലെ സെമിറ്റിക് മതങ്ങളുടെ മുഖമുദ്ര ഇതാണോ എന്ന് ചോദിച്ചാൽ എല്ലാ മതങ്ങളും ഇക്കാര്യത്തില് ഒരുപോലെ തന്നെയാണ്. നിങ്ങൾ എല്ലാ മതങ്ങളുടെയും ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ, അതില് നടപ്പിലാക്കുന്ന ശിക്ഷകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇസ്ലാമാണ് പിന്നെയും ഏറ്റവും മാനുഷികമായ പരിഗണനയോടുകൂടി ശിക്ഷകൾ നടപ്പിലാക്കുന്ന മതം എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ ഭാരതീയ മതങ്ങളുടെയൊക്കെ കഥകള് നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ. അതിൽ നടപ്പാക്കപ്പെട്ടിരുന്ന ശിക്ഷകളുടെ രീതികളൊക്കെ കാണണം. കുടുംബവും കുലവും തറവാടും നാടും മൊത്തം കൊന്നൊടുക്കപ്പെട്ട സംഭവങ്ങളൊക്കെ നിസ്സാരമായ തിന്മകളുടെ അല്ലെങ്കിൽ അക്രമത്തിന്റെ പേരിൽ ഒക്കെ അത്തരം ശിക്ഷ അടിച്ചേൽപ്പിച്ച എത്ര കഥകള് ഭാരതീയ മതങ്ങളുടെ ഐതിഹ്യങ്ങളിലും അതുപോലെ കഥാകഥനങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോ അതുപോലെയൊന്നുമല്ല ഇസ്ലാം. ഇസ്ലാം വളരെ കാരുണ്യത്തിന്റെ അടിത്തറയിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മതമാണ്. അതുകൊണ്ട് നിങ്ങൾ സങ്കല്പിക്കുന്ന പോലെ സെമിറ്റിക് മതങ്ങള്, എല്ലാ മതങ്ങളും ദൈവികമാണ്, പല മതങ്ങളും കറപ്റ്റഡ് ആയി പോയിട്ടുണ്ട്. അതില് ഏറ്റവും കറപ്റ്റഡ് ആയ മതങ്ങളുടെ കൂട്ടത്തില് നമുക്ക് ഈ പൂർവിക മതങ്ങളൊക്കെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് അതിൽ ജാതി വ്യവസ്ഥ വന്നതും അതുപോലെ അടിമത്തം വന്നതും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കിരാതമായ ശിക്ഷാ നടപടികളൊക്കെ അകാരണമായി നിസ്സാരമായ ജാതീയമായ കാരണങ്ങളാലൊക്കെ നടപ്പിലാക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നില്ലേ? അപ്പൊ ഇതൊക്കെ ദൈവികമായി പഠിപ്പിക്കപ്പെട്ട സംഗതികളല്ല. കാരണം അത് മനുഷ്യര് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിമറിച്ച മതരൂപങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. സെമിറ്റിക് മതങ്ങള് എന്ന് പറയുന്നത് ആ ഒരു വിഭജനത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. യഹൂദ മതവും ക്രൈസ്തവ മതവും ഒക്കെയാണ് നിങ്ങൾ ഇസ്ലാമിനോടൊപ്പം ചേർത്ത് സെമിറ്റിക് മതങ്ങളായി മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ മുമ്പുള്ള മതങ്ങളും ദൈവിക മതങ്ങൾ തന്നെയാണ്. അതിലൊക്കെയും തന്നെ ശിക്ഷാ നടപടികളൊക്കെ ഉണ്ട്. അത് ചിലത് ഇസ്ലാമിലേതിനേക്കാൾ കടുത്ത ശിക്ഷകളാണ് എന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോ മുഖമുദ്രയൊക്കെ നിങ്ങൾ എല്ലാ മതങ്ങളെയും കുറിച്ച് ഒന്ന് പരിശോധിച്ച് മനസ്സിലാക്കൂ. അപ്പോ അത്തരം ധാരണകൾ നിങ്ങൾ തന്നെ തിരുത്തിക്കോളൂ. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.